ഇപ്പോൾ കള്ളക്കുറിച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത് അവിടെ എത്തിയ ശേഷം ഇതിനോടകം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകി. അവിടുത്തെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആശുപത്രിയിലെയൊക്കെ ദൃശ്യങ്ങൾ അത്ര ഭയാനകമാണ്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ 20-ലധികം ആളുകളുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമാണ് എന്ന് പറയുന്നു. അതുപോലെ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏതാണ്ട് 100-ലധികമാണ്. അപ്പോൾ ഈ മരണസംഖ്യ ഉയരുകയാണ്. ഇപ്പോൾ രാവിലെ 36 നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അത് 42 കഴിഞ്ഞു. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, വിഷമദ്യ ദുരന്തത്തിന്റെ രൂപത്തിൽ മരണം പെയ്തിറങ്ങിയ കള്ളക്കുറിശ്ശിയിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഈ ദുരന്തത്തിന് ഇരയായവർ ചികിത്സയിലുള്ളത്, ബാക്കിയുള്ളവർ ചികിത്സയിലുള്ളത്. ഇതിൽ 16 പേർ നിലവിലിപ്പോൾ ICUവിലാണ്, 4 പേർ വെന്റിലേറ്ററിലാണ്. 20 പേരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം. ആകെ 101 പേരാണ് 4 ആശുപത്രികളിലായി ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യം, ചികിത്സയിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. അതിലാണ് 20 പേരുടെ നില ഗുരുതരമായി തുടരുന്നത്. 25 പേർ ഈ കള്ളക്കുറിച്ചി ആശുപത്രിയിലും, 10 പേർ സേലം ആശുപത്രിയിലും, 4 പേർ വിഴുപ്പുരം ആശുപത്രിയിലും, 3 പേർ പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. നേരത്തെ നമ്മൾ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് ആ വീടുകളിലൊക്കെ തന്നെ പോയിരുന്നു. അതിദാരുണമാണ് അവിടുത്തെ കാഴ്ചകൾ. കാരണം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാർ, അതോടൊപ്പം തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, അങ്ങനെ നിരവധി പേരെ നമുക്കവിടെ കാണാൻ കഴിയുമായിരുന്നു. അന്ധയായ ഒരു വയോധികയുടെ മകനാണ്, അവരുടെ ഏക ആശ്രയമായ മകനാണ് ഈ വ്യാജമദ്യ ദുരന്തത്തിൽ മരിക്കുകയും ചെയ്തത്. നിലവിൽ സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ട നഷ്ടപരിഹാരമൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് നഷ്ടപരിഹാരം കൊണ്ട് മരിച്ചവർ തിരികെ വരില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വ്യാജമദ്യ ദുരന്തം ഇതാദ്യമായല്ല ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. കർശന നടപടി നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പലരും താമസിക്കുന്നത് നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതാണ്. 2 സെന്റിലും 3 സെന്റിലും ഒക്കെയാണ് ഒരു വീടെന്ന് പറയാവുന്ന ഒരു കൂര കെട്ടി താമസിക്കുന്ന ആളുകളാണ്. അന്നന്നത്തെ ജോലിക്ക് ശേഷം ഈ ചെറിയ രീതിയിൽ ഇത്തരത്തിൽ കഴിച്ച് തിരികെ വരുന്നവരായിരുന്നു. പക്ഷെ അവർക്കാണ് ഈ വ്യാജ ചാരായം, വിഷം കലക്കിയ ചാരായം നൽകി അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ BJP CBI അന്വേഷണം ആവശ്യപ്പെട്ടു. എടപ്പാടി പളനിസ്വാമി അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നടൻ വിജയ്, ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ, സിനിമാ രംഗത്തെയൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. ആളുകളെ കണ്ടു, ആശ്വസിപ്പിച്ചു. പക്ഷെ അപ്പോഴും പറയുന്നത് ഈ വ്യാജച്ചാരായ മാഫിയയെ അമർച്ച ചെയ്യണം എന്നുള്ളതാണ്. അത് ഇപ്പോഴും നടപ്പിലായിട്ടില്ല. ഈ കള്ളക്കുറിച്ചിയിൽ മുൻപും ഈ സംഭവം നടന്ന പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും കടുത്ത നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. ഈ ചികിത്സയിൽ തുടരുന്നവരുടെ ആരോഗ്യ സ്ഥിതി അത് മോശമാകാതിരിക്കാൻ വേണ്ടത് ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, ഈ വിഷക്കള്ള് എങ്ങനെ എത്തി? അതിന്റെ വിതരണക്കാരൊക്കെ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ ഇതിനോടകം പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിൽപ്പന നടത്തിയ 2 പേരും മറ്റൊരാളും പിടിയിലായി എന്ന് ഇന്നലെ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ അന്വേഷണം അക്കാര്യത്തിൽ വേണ്ടി വരുമോ? പോലീസിന് നൽകുന്ന സൂചന എന്താണ് അതിൽ? ഈ മെത്തനോൾ കലർന്നു എന്ന തരത്തിൽ ചില സൂചനകൾ പോലീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. പക്ഷേ ഇതിൽ ഈ താഴെത്തട്ടിൽ ഇത് വിതരണം ചെയ്ത ആളുകളെ മാത്രമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകളിലേക്ക് അന്വേഷണം പോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ കരുണാപുരത്തൊക്കെ പോയപ്പോൾ അവർ ചില ആളുകളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ആളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾക്ക് വേണ്ട ഒത്താശ ഭരണകൂടം ചെയ്ത് നൽകുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ അവർ ആരോപിക്കുന്നത്. അയാളെ അടക്കം അറസ്റ്റ് ചെയ്ത് ഈ വ്യാജമദ്യ ദുരന്തത്തിന് കാരണക്കാരായ മുഴുവൻ പേർക്കെതിരെയും കർശന നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിയുടെ പേരടക്കം അവർ പറയുന്നുണ്ട്. അയാളാണ് ആ മേഖലയിൽ ഇത്തരത്തിൽ വ്യാജ കള്ള്, ഈ വിഷമദ്യം വിതരണം ചെയ്തത്. അതിന്റെ ഉടമ, അത് ആ വിതരണക്കാരുടെ എല്ലാം തലവൻ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേരടക്കം പറഞ്ഞിട്ടും അയാളുടെ അറസ്റ്റൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. നഷ്ടപരിഹാരം നൽകി തൽക്കാലം ഈ പ്രശ്നം ഒന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ അറസ്റ്റ്, ഈ പ്രഷർ അധികമാണ്. ഈ സിനിമാ താരം വിജയൊക്കെ ഇവിടെ എത്തിയതിനെ തുടർന്ന് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ശ്രദ്ധിക്കപ്പെടുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ഈ വിഷയത്തിൽ സജീവമായ, സക്രിയമായ ഇടപെടൽ പ്രതീക്ഷിക്കാം.
യെസ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്രീകാന്ത് കള്ളക്കുറിച്ചിയിൽ നിന്ന് നൽകിയത്. 20 പേർ ഇപ്പോഴും ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. 100-ലധികം ആളുകൾ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയതിനപ്പുറത്തേക്കുള്ള ആഴം ഈ അപകടത്തിനുണ്ട് എന്ന് അവിടെ ചെന്ന് മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നു എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൻ്റെ അതിർത്തിയിലും ഇപ്പോൾ ജാഗ്രത ഉണ്ട്. കാരണം ഇത്തരം കള്ള്, മദ്യം അതിർത്തി കടന്നെത്തുമോ എന്നതിൽ കൂടുതൽ പരിശോധന അതിർത്തികളിൽ കേരള സർക്കാരും നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എസ് ശ്രീകാന്താണ് കള്ളക്കുറിച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.